ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം നെഹമ്യാവ് 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 12 അധ്യായം 1 വാക്യം. യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. ദാവീദ് രാജാവിൻ്റെ ഉപദേഷ്ടാവും പ്രവാചകനുമായിരുന്നു നാഥാൻ. നാഥാൻ ദാവീദിൻ്റെയും ശലോമോൻ്റെയും ഭരണകാലത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. നാഥാൻ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ തന്നു എന്നതാണ്. നാഥാൻ എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉള്ളതായിട്ട് കാണുന്നു. ആധികാരികമായും ഭയരഹിതമായും രാജസന്നിധിയിൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നാഥാൻ. 1 ദിനവൃത്താന്തം 29:28 വാക്യത്തിലും 2 ദിനവൃത്താന്തം 9 അധ്യായം 29 വാക്യത്തിലും കാണുന്നതിൻ പ്രകാരം നാഥാൻ പ്രവാചകൻ്റെ പുസ്തകം, നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ നാഥാൻ പ്രവാചകനെ ഒരു ചരിത്രകാരനായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായും 3 സന്ദർഭങ്ങളിലാണ് നാഥാൻ ദാവീദിൻ്റെ അടുക്കൽ എത്തുന്നത്. ഒന്നാമതായിട്ട് 2 ശമൂവേൽ 7 അധ്യായം. ദൈവത്തിൽ നിന്ന് ദർശനം ലഭിച്ചതിനു ശേഷം ദൈവാലയം പണിയരുതെന്ന് നാഥാൻ ദാവീദിനോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിനു വേണ്ടി ആലയം പണിയണമെന്ന ദാവീദിൻ്റെ ആഗ്രഹം ദൈവിക വെളിപ്പാടനുസരിച്ച് ഉപേക്ഷിക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെടുകയും ദാവീദ് അത് അംഗീകരിച്ച് ദൈവത്തിന് മഹത്വം പാടി ആ പണി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 17 അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ എത്തുന്നത് 2 ശമൂവേൽ 12 അധ്യായത്തിൽ കാണുന്നു. ദാവീദ് അവിടെ അതിഭയങ്കരമായ ഒരു അതിക്രമം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതായിട്ട് നാഥാൻ ദാവീദിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. ദാവീദ് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിക്കുകയും അവളെ സ്വന്തമാക്കുന്നതിനായി ഊരിയാവിനെ യുദ്ധക്കളത്തിലേക്ക് അയച്ച് കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ധനവാന്റെയും ഒരു ദരിദ്രൻ്റെയും ഉപമയിലൂടെ ദാവീദ് ചെയ്ത മഹാപാപം നാഥാൻ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് അതിധൈര്യത്തോടെ ദാവീദിൻ്റെ മുഖത്തേക്ക് നോക്കി നാഥാൻ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ആ ഒരു സംഭവം ദാവീദിൽ പശ്ചാത്താപത്തിന് ഇടയാക്കുന്നു. തെറ്റാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ നാഥാന് അവിടെ സാധിക്കുന്നു. മൂന്നാമതായിട്ട് ദാവീദ് രാജാവ് വൃദ്ധനായ ശേഷം അദോനിയാവ് രാജത്വം കൈക്കലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാഥാൻ അവിടെ തക്ക സമയത്ത് ഇടപെട്ട് ശലോമോനെ രാജാവാക്കുവാനായിട്ട് ഏർപ്പാട് ചെയ്യുകയും അതിനു വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. 1 രാജാക്കന്മാർ 1 അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ശലോമോൻ രാജാവ് നാഥാൻ പ്രവാചകൻ്റെ മക്കളെ രാജ്യത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാക്കുകയാണ് ചെയ്യുന്നത്. ദൈവിക അരുളപ്പാടുകൾ വ്യക്തമായും ശക്തമായും ധീരതയോടെയും അറിയിക്കുവാൻ നാഥാന് സാധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവിക അരുളപ്പാടുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ധീരതയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.